ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2056. ഇന്ന് ഓഗസ്റ്റ് മാസം 17-ാം തീയതി 229-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. ഞാനും നിങ്ങളും അങ്ങനെ നമ്മളെല്ലാവരും ഏറെ ആക്റ്റീവാകുന്നൊരു ദിവസം കൂടിയാണ്. വിശുദ്ധ ബലിയിലൊക്കെ സംബന്ധിക്കുന്ന, അർപ്പിക്കുന്ന, അതിനോട് പരമാവധി ചേർന്നായിരിക്കുന്ന ഓരോരുത്തരും. അത് കഴിഞ്ഞോ? അതിനു മുമ്പ് എങ്ങനെയാണോ അതിലും കുറെ കൂടി മോശപ്പെട്ട അവസ്ഥയിലേക്ക് ആവാം. എല്ലാവരുടെയും അല്ല, ആരുടെയൊക്കെയോ പോക്കുകൾ. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് യേശു ചെയ്ത വലിയ ഒരു അത്ഭുതമുണ്ട്. മരണത്തിലേക്ക് കടന്നുപോയ, ജീവൻ വിട്ട് മടങ്ങിപ്പോയ 12 വയസ്സുള്ള പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്ന സംഭവം. യായിറോസിന്റെ മകളാണ്. അവിടെ അവളുടെ മരണക്കിടക്കയ്ക്ക് ചുറ്റിനും ആളുകൾ പതിവുപോലെ തങ്ങളുടെ ദൗത്യം, ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടേയിരുന്നു. കരയുകയും വിലപിക്കുകയും അവളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് യേശു അങ്ങോട്ട് എത്തുന്നത്. യേശു പറയുന്നുണ്ട്, അവൾ ഉറങ്ങുകയാണ്, അവൾ മരിച്ചിട്ടില്ല. അത് കേട്ട സകലരും പറഞ്ഞ യേശുവിനെ പരിഹസിക്കുന്നുണ്ട്. ഇവൻ എന്തൊരു വിഡ്ഢിത്തമാണ് പറയുന്നത്. എന്തായാലും യേശു ആ പെൺകുട്ടിയെ വിളിച്ചെഴുന്നേൽപ്പിക്കുക. ബാലിക, എഴുന്നേൽക്കുക, അവൾക്ക് ജീവൻ തിരിച്ചു വന്നെന്നാ പറയുക. ഉടൻ അവൾ എണീറ്റിരുന്നു. അത് കഴിഞ്ഞൊരു വചനമുണ്ട്, 55-ാമത്തെ വചനം. അതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: അവൾക്ക് ആഹാരം കൊടുക്കാനായിട്ട് യേശു നിർദ്ദേശിച്ചു. മരിച്ച് ജീവൻ വിട്ട് വന്ന സ്ഥലത്തേക്ക് മടങ്ങിപ്പോയ ആ പെൺകുട്ടി തിരികെ ജീവനിലേക്ക്, ശരീരത്തിലേക്ക് മടങ്ങി വരുന്നു. അത് കണ്ട് സ്തംഭരാ നിൽക്കുന്ന ആൾക്കൂട്ടത്തോട്, അല്ലെങ്കിൽ ആ വീട്ടുകാരോട്, എല്ലാവരോടുമായിട്ടാവും യേശു പറഞ്ഞത്, അവൾക്ക് ആഹാരം കഴിക്കാൻ കൊടുക്കണം. വേറെ ഒന്നും പറയാനല്ല. ഈ നല്ല ഞായറാഴ്ച ആരാധനയൊക്കെ തുടർന്ന് നമ്മളിങ്ങനെ വിശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ വലിയ ചില പരിശ്രമങ്ങളിൽ ഏർപ്പെടുമ്പോൾ, ജീവിതത്തിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നമുക്ക് കുറെ കൂടി ഒന്ന് ശ്രദ്ധ ചെലുത്താൻ പറ്റും. അവനവന്റെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമല്ല, ഒപ്പമുള്ള പരിചിതരുടെ, അപരിചിതരുടെ, അങ്ങനെ സകലരുടെയും ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ചുകൂടി കുറെ കൂടി അനുകമ്പയോടും അനുഭാവത്തോടും കുറച്ച് കരുണയോടും വിട്ടുവീഴ്ചയോടും ക്ഷമയോടും ഒക്കെ കൂടി ഇടപെടാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എത്ര വലിയ ഒരു അത്ഭുതമാണ്. മരണത്തെ മറികടന്ന, മരണത്തെയും ജയിച്ച, മരണത്തെ പരാജയപ്പെടുത്തിയ ഒരു അത്ഭുതം ചെയ്തിട്ട് ഇത്തിരി ആഹാരം കൊടുത്തേക്ക് കേട്ടോ. കൊച്ചു വളരെ തളർന്നും ക്ഷീണിച്ചും അവശതയിലുമാണ് എന്നൊരു രീതിയിൽ യേശു അവിടെ നിന്ന് വിട്ടുപോവുകയാണ്. അതെ, എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളെ, ഒപ്പമുള്ള മനുഷ്യരുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ ഞാൻ കുറെ കൂടി പരിഗണിക്കാനായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അതാവട്ടെ ഈ നല്ല ഞായറാഴ്ച എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയും. ആമേൻ.